കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് ചർച്ചകളോട് പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കേരള കോൺഗ്രസിനെ UDF-ലേക്ക് കൊണ്ടുവരാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ആശയപരമായി യോജിക്കാൻ പറ്റുന്ന ആരുമായും UDF യോജിക്കുമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ആശയപരമായി യോജിക്കുന്ന ആരുമായും യോജിക്കാമെന്നത് വിശാലാർത്ഥത്തിൽ പറഞ്ഞതാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അർദ്ധസമ്മതത്തിൽ ഒന്നും നടക്കില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഫോർമുല വെച്ചുള്ള ചർച്ച ആരുമായും ഉണ്ടായിട്ടില്ല. കൂടുതൽ കക്ഷികൾ UDF-ലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്നും എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ അഭ്യൂഹങ്ങൾ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാണി സി കാപ്പൻ വീട്ടിൽ വന്ന് സംസാരിച്ച കാര്യം കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിച്ചു. മാണി സി കാപ്പൻ വീട്ടിൽ വന്നിരുന്നു. ഇതുവഴി പോകുമ്പോൾ വരാറുണ്ട്. അതുപോലെയാണ് ഇപ്പോഴും വന്നത്. നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ചയാകും. മാണി സി കാപ്പൻ വന്നപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയവും ചർച്ചയായി. എന്നാൽ അജണ്ട വെച്ച് ഒന്നും ചർച്ചയായിട്ടില്ല. മറ്റു കാര്യങ്ങളെല്ലാം അഭ്യൂഹമാണ്. ബാക്കി ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. കുറച്ച് കഴിയട്ടെ എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അതേസമയം കേരള കോൺഗ്രസ് എം UDF-ലേക്ക് എന്ന ചർച്ചകൾക്ക് വ്യക്തത വരുത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി രംഗത്ത്. മുന്നണി മാറ്റത്തെക്കുറിച്ച് തങ്ങൾ ചർച്ചകളൊന്നും നടത്തുന്നില്ലെന്നും ആരാണ് ഇതിൽ ചർച്ച നടത്തുന്നതെന്നും ജോസ് കെ മാണി ചോദിച്ചു. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും കോട്ടയത്ത് മാധ്യമങ്ങളെ കണ്ട ജോസ് കെ മാണി വ്യക്തമാക്കി. CPM-ന്റെ ചടങ്ങിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. ഇക്കാര്യത്തിലും ജോസ് കെ മാണി വ്യക്തത വരുത്തി. ദുബൈയിൽ പിതാവിന്റെ സുഹൃത്ത് ICU-വിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ കുടുംബവുമായി പോയതിനാൽ CPM-ന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. കേരള കോൺഗ്രസിന്റെ മുഴുവൻ MLA-മാരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണവും ഉണ്ടാവും. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പമാണ്. നിലപാട് ഉറച്ചതാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ എന്ന ചർച്ചകൾക്ക് പ്രസക്തിയില്ല. എല്ലാ മുന്നണി യോഗങ്ങൾക്കും ഞാൻ പങ്കെടുത്തിട്ടില്ല. പകരം പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ നടത്തേണ്ട ആവശ്യമില്ല. മുന്നണിയിലേക്ക് വരണമെന്ന് പലരും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പലവിധ അഭിപ്രായങ്ങളും ഉണ്ടാവും. എന്നാൽ അവസാന തീരുമാനം പാർട്ടിയുടേതായിരിക്കും എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയത്.